ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഛായാബജി. ഛായാബജിയുടെ കല്യാണ വീഡിയോയുടെ അവസാന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണ ദിവസം രാവിലെ 4 മണിക്ക് നമ്മൾ സുന്ദരക്കുട്ടി മഞ്ജു വെച്ചിട്ടെടുത്ത് മേക്കപ്പിനായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിച്ച ആ നിമിഷത്തിലേക്ക് വേണ്ടിയിട്ട് അവൾ അണിഞ്ഞൊരുങ്ങി സുന്ദരി കുട്ടിയാവുന്നുണ്ട്. അങ്ങനെ മുല്ലപ്പൂ കൂടി ചൂടിട്ടാകുമ്പോൾ നമ്മളെ കല്യാണ പെണ്ണിന്റെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. കുഞ്ഞൂസിന്റെ 2 ഏട്ടന്മാരും കണ്ണേട്ടനും കിച്ചൂട്ടനും എല്ലാവരും റെഡിയായി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. മോള് സുന്ദരിയായ മാത്രം പോരല്ല, അമ്മയും കൂടി സുന്ദരിയാണ്ടേ. അപ്പൊ അമ്മയും അമ്മയുടെ ടീമും ബാക്കി എല്ലാവരും കൂടി റെഡിയായി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കല്യാണ പെണ്ണിന്റെ ഏട്ടനും കൂടി അടിപൊളി ആവണ്ടേ. അപ്പൊ നമ്മളും ഒരു ഡ്രസ് കോഡെല്ലാം ആക്കിയിട്ട് റെഡി ആയിട്ട് നിൽക്കും. കല്യാണ പെണ്ണ് പടി ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ ചെറിയ ചടങ്ങുണ്ട്. അരി ഇടുക, പിന്നെ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കുക. അങ്ങനെ കല്യാണ പെണ്ണിന് വേണ്ട വണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അനിയനാണ് സാരഥി. അങ്ങനെ അവളെ ജീവിതത്തിലെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള നിമിഷത്തിലേക്ക് അവൾ യാത്ര ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം. ചെക്കൻ്റെ വീട്ടുകാർക്കും പെണ്ണിൻ്റെ വീട്ടുകാർക്കും എത്തിപ്പെടാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ നക്ഷത്ര ഓഡിറ്റോറിയം ചൂസ് ചെയ്തു. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ. അങ്ങനെ ഏട്ടത്തെ അമ്മ കല്യാണ പെണ്ണിനെ നല്ല കൈ പിടിച്ച് താഴേക്ക് ഇറക്കുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. എല്ലാവരും എൻ്റെ ഫോട്ടോ എടുത്താൽ പോരല്ലോ, എനിക്കും 2 സെൽഫി എടുക്കേണ്ട പറഞ്ഞിട്ട് കല്യാണ പെണ്ണ് സെൽഫി എടുത്ത് കളിക്കുന്നുണ്ട്. ചേട്ടന് കുറച്ച് മേക്കപ്പ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുന്ദരി പെണ്ണ് തന്നെ ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് ഓരോരാളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഏട്ടന്റെ കളിക്കൂട്ടുകാരന്റെ കൂടെയും ഏട്ടന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മളവിടെ നിന്നോടുത്തു. നമ്മുടെ പരിപാടിന്റെ മെയിൻ ഖജാൻജി, അതായത് എൻ്റെ അച്ഛൻ, നല്ല സുന്ദരനായിട്ട് അവിടെ മുമ്പിൽ തന്നെയുണ്ട്. അങ്ങനെ ഈ കല്യാണമാല നമ്മളെ ഷബുവിന് കൈമാറുമ്പോൾ എൻ്റെ അമ്മ എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മളെ കല്യാണ ചെക്കനെ കാത്തിട്ട് ഇവിടെ കുറച്ച് ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു യുദ്ധത്തിൻ്റെ ആളുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളെ അളിയൻ മന്ദം നടന്നു വന്നു. അളിയൻ ഭയങ്കര ടെൻസ്ഡാന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ ബൊക്കെല്ലാം കൊടുത്തു സമാധാനിപ്പിക്കേണ്ട വഴിയിൽ നോക്കി. ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്തിട്ടാകുമ്പോന്ന് അളിയന്റെ നെഞ്ചിന്റെ ഇടിപ്പ് മനസ്സിലായി. നല്ല പേടിയുണ്ട് അളിയന്. അങ്ങനെ 5 തിരി വിളക്കില് ദീപം തെളിഞ്ഞു. അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണിനെ കൊട്ടും കുറുവയും ഡാൻസും പാട്ടും മേളമെല്ലായിട്ട് എല്ലാവരും കൂടി ആനയിച്ചു കൊണ്ടിരുന്നുണ്ട്. കുഞ്ഞൂസെല്ലാം ഇങ്ങനെ ചമഞ്ഞ് നടക്കുന്നുണ്ട്. കുഞ്ഞൂസുണ്ട്, ആച്ചുണ്ട്, സാൻവിയുണ്ട്, ഹായ ഉണ്ട്, നമ്മളെ നിഹാരയുണ്ട്, വാമിക്കുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്.
ഇനി അളിയനെ കൂടി ഒന്ന് സ്വീകരിച്ചിട്ട് മണ്ഡപത്തിലെത്തണം, എന്നാലും നമ്മൾ അടുത്ത ചടങ്ങിലേക്ക് പോകാൻ പറ്റും. ഒരു കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് ഇല്ലോണ്ട് ഞാൻ അളിയൻ്റെ കൈ പിടിച്ച് മുമ്പ് തന്നെ നടന്നു. ഒരു അപകടത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കുന്നത് കൈപിടിക്കുന്നത് നല്ലതല്ലേ. അങ്ങനെ രണ്ടുപേരുടെയും നമ്മളുടെയും ജീവിതത്തിലെ ഒരു മനോഹരമായ നിമിഷമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അങ്ങനെ അളിയന്റെ കഴുത്തിലേക്ക് കുരുക്ക് വീണു സുഹൃത്തുക്കളെ. അങ്ങനെ ചെക്കനും പെണ്ണിനും അടിയിരുത്തിട്ട് കുടുംബത്തിലെ മൂത്തവരും കാരണവന്മാരെല്ലാം അരിയിട്ടിട്ട് അനുഗ്രഹിക്കുന്ന ചടങ്ങ്. അങ്ങനെ ചായ ബജ്ജിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഫിംഗർ ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ഒരു ട്രീനെ ഡെക്കറേറ്റ് ചെയ്യാൻ ചെക്കൻ്റെ പെണ്ണിനും ഒരു സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രമ്യച്ചും വിനീഷാട്ടനും അവരുടെ ബ്ലെസ്സിങ്സ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് ചേച്ചിമാർ അച്ചുവും ജ്യോതിയും കൂടി അവിടെ മാർക്കിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹാരൂട്ടിന്റെ വക ഒരു ഹാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അനിയൻ അർജുന്റെ പെണ്ണ് അച്ചുവും കൂടിയിട്ട് ഒരു ഹാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളായിട്ട് ഉറക്കണ്ട, ഞാനും 5 ദിവസം കൂടി നമ്മുടെ മാർക്കിങ് കൂട്ടാണ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം ഫുഡ് അടിക്കൽ. നല്ല ഇല വെച്ച് നല്ല സദ്യയും അതിൻ്റെ കൂടെ ഒരു കോഴി വറവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അങ്ങനെയായിരുന്നു നമ്മളെ സദ്യ. അങ്ങനെ അമ്മായിയും മല്ലൂസും വിജയപ്പാപ്പനെല്ലാം ചോറ് കഴിച്ച ക്ഷീണത്തിൽ മല്ലാടെ സൈഡായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കല്യാണ പെണ്ണിനും ചെക്കനും പോകേണ്ട രഥം. അതിൽ അവർ പഴയ നല്ല ഫോട്ടോകൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ കല്യാണ പാർട്ടി ചെക്കൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ മറ്റൊരു റബിനെ ബനാദി ജോഡി കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ സിച്ചേച്ചിയുടെ നാത്തും ശൈലു കുമ്പള നമ്മളെ ക്ഷണം സ്വീകരിച്ചിട്ട് കല്യാണത്തിന് വന്നിട്ടുണ്ട്. നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ശൈലേച്ചി. മേമ പോയ സങ്കടത്തിൽ കുഞ്ഞൂസും പെങ്ങളെ വേറൊരു വീട്ടിലേക്ക് വിട്ട സങ്കടത്തിൽ ഞാനും 5 ദിവസം. അങ്ങനെ ഷബു
അവൾ പുതിയ വീട്ടിലേക്ക് വലത് കാല് വെച്ച് കയറലായി. അങ്ങനെ മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, പഴം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ചടങ്ങുണ്ട്. ആ ചടങ്ങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. ഇനിയിപ്പോഴേ മേമയുടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല വെച്ച് കുഞ്ഞൂസ് അച്ഛൻ്റെ ഫോൺ വാങ്ങിയിട്ട് മേമയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കുഞ്ഞൂസിൻ്റെ ഫോട്ടോഗ്രാഫി കണ്ടിട്ട് മേമ തന്നെ ഞെട്ടിപ്പോയി. കുറേ നാളത്തെ ഫ്രണ്ട്ഷിപ്പിന് ശേഷം സ്വന്തം ഫ്രണ്ട് ബാച്ചിലർ അല്ലാന്നുള്ള വിഷമത്തിൽ തുഷാരയും കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും ഇറങ്ങുന്ന നിമിഷം അവളുടെ കണ്ണങ്ങനെ നിറഞ്ഞു. അങ്ങനെ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കി, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് രാത്രി നമ്മൾ പടകൾ അങ്ങനെ ഷബുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു. ഇതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ചെറിയൊരു സർപ്രൈസ്. അവരവിടെ ഇരിക്കുമ്പോൾ അവർ പോയി ഒന്ന് ബുദ്ധിമുട്ടിക്കുക, ഈ കേക്ക് കട്ട് ചെയ്യുക, തിരിച്ചു തരാം. നല്ല ബെസ്റ്റ് ടൈമിൽ നമ്മൾ അടുത്തിയ നമ്മൾ അത്തലും കറണ്ട് പോലും. നമ്മളെ കണ്ടപ്പോൾ ഷബുവിന് കുറച്ച് സന്തോഷമായി. കേക്ക് കട്ടിങ് കഴിയുമ്പോൾ കറണ്ട് വന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും തിരിച്ചു പോകേണ്ട ഒരുക്കത്തിലായി. അങ്ങനെ അളിയനോട് ഷബ്നയോടും ബൈ ബൈ പറഞ്ഞ് കുട്ടിപ്പട്ടാളത്തിന് കൂട്ടിട്ട് നമ്മൾ ഇറങ്ങി ഗൈസ്. അങ്ങനെ നമ്മളെ വെഡ്ഡിങ് സീരീസിൻ്റെ ഫൈനൽ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതുവരെ സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചാനലിൻ്റെ പേര് മറക്കണ്ട, ചായ ബജി.